നമസ്കാരം. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകളുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുന്നു. ഞാൻ അനുജ. എനിക്കൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജെറിയും. ആദ്യ വാർത്തയിലേക്ക്. അന്തരിച്ച സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലന് വിട ചൊല്ലി നാട്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു അന്ത്യം. തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങ്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, സംസ്കാര ചടങ്ങ് പൂർത്തിയായോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, തിരുവനന്തപുരം ശാന്തി കവാടം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ തുടരുകയാണ്. മലയാള സിനിമയിലെ കാലാതിവൃത്തിയായ ഒട്ടനവധി മലയാള സിനിമകൾക്ക് ജന്മം നൽകാൻ പ്രേരണയായ വ്യക്തിയാണ് ഗാന്ധിമതി ബാലൻ. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോഴും ശാന്തി കവാടത്തിൽ തുടരുകയാണ്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഏറെക്കാലമായി അവസാന കാലത്ത് താമസിച്ചിരുന്ന വഴുതക്കാട്ടെ വസതിയിൽ ഇന്നലെ മരിച്ച ആശുപത്രിയിൽ നിന്ന് ഭൗതികദേഹം എത്തിച്ചത്. അവിടെയും ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. കൂടുതലും സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ശിഷ്യരുമായിരുന്ന ആളുകളായിരുന്നു. തിരുവനന്തപുരവുമായി 40 വർഷത്തെ ബന്ധമുള്ള അദ്ദേഹത്തിന്റെ ലോകം തന്നെ സിനിമയും സുഹൃത്തുക്കളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകളാണ് അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയത്. വൈകിട്ട് 3 മണി മുതൽ 4:30 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിലും പൊതുദർശനം ഉണ്ടായിരുന്നു. അവിടെയും സിനിമാ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിൽ നിന്ന് ഒട്ടനവധി പേർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നു. അദ്ദേഹത്തിന് മലയാള സിനിമയിൽ ഏതാണ്ട് 10 കൊല്ലത്തോളം മാത്രമാണ് സജീവമായി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴും ആളുകൾ ചർച്ച ചെയ്യുന്ന, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒക്കെ സിനിമകൾ നിർമ്മിക്കാൻ പ്രേരണയായ മനുഷ്യനാണ് ഗാന്ധിമതി ബാലൻ. 1982 ബാലചന്ദ്രൻ മേനോന്റെ സിനിമയിലൂടെ അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നത്. പിന്നീട് 30ഓളം സിനിമകൾ, അതിൽ ചില സിനിമകൾ നിർമ്മിച്ചു, ചില സിനിമകൾ വിതരണം ചെയ്തു, ചില സിനിമകളിൽ അദ്ദേഹം സാമ്പത്തികമായി അല്ലെങ്കിൽ സാങ്കേതികമായി സഹായം നൽകിയ ഒട്ടനവധി സിനിമകൾ പോലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, ഇവിടെ കൂടിയിരുന്ന പല സുഹൃത്തുക്കളും പറയാറുണ്ടായിരുന്നു. കാരണം ഈ ചില സിനിമകളൊക്കെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം നിന്നുപോയാലും ബാലേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകും. അങ്ങനെ ഒട്ടനവധി സിനിമകളിൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. തൂവാനത്തുമ്പികൾ പോലുള്ള സിനിമകൾ പൂർത്തിയാകാൻ തന്നെ കാരണം ഗാന്ധിമതി ബാലൻ എന്ന വ്യക്തിയായിരുന്നു. ആ സിനിമയുടെ പിറവിക്ക് പിന്നിൽ തന്നെ കഥയുണ്ടായിരുന്നു. കാരണം സ്റ്റാൻലി എന്ന ആളായിരുന്നു ആ സിനിമയുടെ പ്രൊഡ്യൂസർ. പിന്നീട് അദ്ദേഹത്തിന് ഈ സിനിമയ്ക്കിടയിൽ വെച്ച് പകുതിക്ക് വെച്ച് ഹൃദയാഘാതം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഗാന്ധിമതി ബാലനായിരുന്നു ആ സിനിമ ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കുന്നത്. പിന്നീട് പക്ഷേ ആ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോഴേക്കും ആ സിനിമയുടെ പേര്, പ്രൊഡ്യൂസർ എന്ന പേര് സ്റ്റാൻലിക്ക് തന്നെയാണ് നൽകിയത്. അങ്ങനെ ഈ പേര് മറ്റുള്ളവർക്ക് വിട്ടു നൽകാൻ പോലും കാണിച്ചിരുന്ന വലിയ മനസ്സുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഗാന്ധിമതി ബാലൻ. ഇപ്പോഴും സംസ്കാര ചടങ്ങുകൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സിനിമാ മേഖലയിലെ അദ്ദേഹത്തിനൊപ്പം തന്നെ വർഷങ്ങളായി പരിചയമുണ്ടായിരുന്ന മണിയൻപിള്ള രാജു, ജഗദീഷ്, പ്രേംകുമാർ, മുൻ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ, കടന്നപ്പള്ളി ഒക്കെ രാവിലെയും അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. ഷിബു ബേബി ജോൺ ഒക്കെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹത്തിനൊപ്പം കൂടെ ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം ബന്ധമുണ്ടായിരുന്നു. പത്തനംതിട്ടയിലെ ഒരു മലയോര ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന അദ്ദേഹം പിന്നീട് റിയൽ എസ്റ്റേറ്റ് സാധ്യത തേടിയാണ് വിവാഹിതരായതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. പക്ഷേ സിനിമയുമായി ബന്ധം തുടങ്ങുന്നത് പോലും പിന്നീട് ഒരു തിയേറ്റർ വാങ്ങിക്കൊണ്ടായിരുന്നു. പിന്നീട് സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് എത്തുന്നു. സിനിമ ഏറ്റവും കലാമൂല്യമുള്ള സിനിമകൾ നിർമ്മിച്ച് മലയാളികളുടെ മനസ്സിൽ, സിനിമാ മേഖലയുടെ പ്രവർത്തകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. മലയാളികളുടെ പ്രിയപ്പെട്ട ഗാന്ധിമതി ബാലന് വിട ചൊല്ലുകയാണ് നാട്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ് തൈക്കാട് ശാന്തി കവാടത്തിൽ പുരോഗമിക്കുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. തമിഴ്നാട് തിരുനെൽവേലി കല്ലടൈക്കുറിച്ചി ടൗണിൽ ഇറങ്ങിയ കരടി ഒരാളെ ആക്രമിച്ചു. മുതലിയപുരം സ്വദേശി ലക്ഷ്മിക്കാണ് പരുക്കേറ്റത്. വനംവകുപ്പ് സംഘം സ്ഥലത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കരടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അനീഷ് കെ ശിവദാസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. അനീഷ്, കരടിയുടെ ശല്യമുള്ള മേഖലയാണോ? ഇതിനു മുൻപ് ഇത്തരത്തിലേക്കുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അനുജ, വനമേഖലയോട് ചേർന്ന പ്രദേശമായതിനാൽ മുൻപും ഈ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിട്ടുണ്ട്. മുൻപ് ഇതിനോട് ചേർന്നുള്ള ആൾവാർകുറിച്ചിയിൽ കഴിഞ്ഞ വർഷം കരടിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് തിരുനെൽവേലി ജില്ലയിലെ കല്ലടിക്കുറിച്ചിയിൽ ജനവാസ മേഖലയിൽ കരടി ഇറങ്ങുകയും പരിഭ്രാന്തി സൃഷ്ടിക്കുകയും പ്രദേശവാസിയായ ഒരു സ്ത്രീയെ ആക്രമിക്കുകയും ചെയ്തത്. വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. മുതലേപ്പുരം സ്വദേശി ലക്ഷ്മിക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. കൈക്ക് പരിക്കേറ്റ ലക്ഷ്മി നിലവിൽ ചികിത്സയിലാണ്. ഇതിനിടെ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് ഒരു പ്രദേശവാസി തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. പ്രദേശവാസിയായ ഒരാളെ കരടി പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മുൻപ് കരടിയുടെ ആക്രമണം ഉണ്ടായ സ്ഥലമായതുകൊണ്ട് തന്നെ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം മുൻപ് നൽകിയിരുന്നതാണ്. നിലവിൽ കരടിക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും വനംവകുപ്പ് സംഘത്തിന് കരടിയെ കണ്ടെത്താനായിട്ടില്ല.
അതുകൊണ്ട് തന്നെ നിലവിൽ ജാഗ്രത പുലർത്താൻ പ്രദേശവാസികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വനം വകുപ്പ് സംഘം അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അനുജ. തമിഴ്നാട് തിരുനെൽവേലി കല്ലിടൈക്കുറിച്ചി ടൗണിലാണ് കരടി ഒരാളെ ആക്രമിച്ച വാർത്ത വന്നത്. ലക്ഷ്മി എന്നയാൾക്കാണ് പരിക്കേറ്റത്. സ്ഥലത്ത് വനംവകുപ്പ് സംഘം തെരച്ചിൽ നടത്തി, പക്ഷേ കരടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതി അനുമതിക്ക് പിന്നാലെ നാളെ വിഷുചന്തകൾ തുടങ്ങാൻ നീക്കവുമായി കൺസ്യൂമർ ഫെഡ്. ഈ മാസം 18 വരെ ചന്ത പ്രവർത്തിക്കും. മലയാളികളെ ദ്രോഹിക്കാനുള്ള കേന്ദ്ര നീക്കത്തിന് ലഭിച്ച മറുപടിയാണ് കോടതി വിധിയെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എ മെഹബൂബ് പറഞ്ഞു. വളരെ കൃത്യമായി പറഞ്ഞാൽ ജനങ്ങളെ ദ്രോഹിക്കുക എന്ന സമീപനം, അത് കേരളീയ ജനങ്ങളെ, മലയാളികളെ ദ്രോഹിക്കുക എന്ന സമീപനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയം, ദുഷ്ടലാക്കോടുകൂടിയുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയം പ്രതിഫലിച്ചതിന് ഉള്ള തിരിച്ചടിയായി ഈ കോടതി വിധിയെ കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ കാണുക. അതിയായ സന്തോഷമുണ്ട്. സബ്സിഡി റേറ്റിൽ കൊടുക്കുന്ന 13 ഇനം സാധനങ്ങൾ ഇത് നാളെ ഉച്ചയോടുകൂടി തന്നെ വിതരണം ആരംഭിക്കും. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, നാളെ മുതൽ എത്ര തീയതി വരെയാണ് ഇത്തരത്തിൽ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നത്? അത് 13-ന് സബ്സിഡി സാധനങ്ങൾ ലഭിക്കും എന്നതാണോ? തീർച്ചയായും അനുജ, കോടതി ഉത്തരവിന് നാളെ മുതൽ വിഷുചന്തകൾ തുടങ്ങുകയാണ്. സബ്സിഡി സാധനങ്ങൾ ലഭിക്കും. അത് വലിയ വിലക്കുറവിൽ ജനങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. നാളെ മുതൽ കോടതി വിധി വന്നതെ തുടർന്ന് അതിലെ അനിശ്ചിതത്വം നീങ്ങുന്നു. അഭിജിത്ത് തുടരും. അഭിജിത്തിലേക്ക് എത്താം. ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ശശി തരൂരിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് ആൽബർട്ടിനെ ഞങ്ങൾ നമ്മുടെ KPCC അധ്യക്ഷനായ ശ്രീ MM ഹസൻ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഞാൻ ഫ്രാൻസിസ് ആൽബർട്ടിനെ സ്വീകരിക്കുന്നു. ഫ്രാൻസിസ് ആൽബർട്ടിനെ ഞാൻ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം എൻ്റെ പഴയ സുഹൃത്തും സഹപ്രവർത്തകനുമാണ്. അദ്ദേഹം മത്സ്യത്തൊഴിലാളി രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന തീരദേശത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖനായിട്ടുള്ള പ്രവർത്തകനും നേതാവുമായിരുന്നു. അദ്ദേഹത്തിന് ശശി തരൂരിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. മലപ്പുറം കോട്ടയ്ക്കൽ പുത്തൂരിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട ലോറി കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി ലോറി ഡ്രൈവർക്ക് ദാരുണാന്ത്യമുണ്ടായി. കോയമ്പത്തൂർ സ്വദേശി വിപിനാണ് മരിച്ചത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? കോട്ടക്കൽ പുത്തൂർ റോഡിലാണ് ഇന്നും അപകടം ഉണ്ടായിരിക്കുന്നത്. പുത്തൂർ റോഡിലുള്ള ഇറക്കത്തിൽ വെച്ച് ഈ പുത്തൂർ ജുമാ മസ്ജിദിന് സമീപത്തുള്ള കെട്ടിടത്തിലേക്കാണ് ലോറി ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സംഭവത്തിൽ ലോറി ഡ്രൈവറായിരിക്കുന്ന തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശി വിപിൻ അതിദാരുണമായി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ അപകടം ഉണ്ടായ സമയത്ത് ലോറിയിൽ കുടുങ്ങിപ്പോയ വിപിനെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മാത്രമാണ് പുറത്തിറക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം. പിന്നീട് ഇയാളെ ഫയർഫോഴ്സും പോലീസും എത്തി ലോറി വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്ത ശേഷം പിന്നീട് സമീപത്തെ ആശുപത്രിയിലൊക്കെ തന്നെ പ്രവേശിപ്പിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പൊള്ളാച്ചിയിൽ നിന്നും പടക്കത്തിന്റെ ലോഡുമായി വന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് ഈ കോട്ടയ്ക്കൽ പുത്തൂർ റോഡിൽ വെച്ച് അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അനുജ. മലപ്പുറം കോട്ടയ്ക്കൽ പുത്തൂരിലാണ് നിയന്ത്രണം വിട്ട ലോറി കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവർക്ക് ദാരുണാന്ത്യമുണ്ടായത്. കോയമ്പത്തൂർ സ്വദേശി വിപിനാണ് മരണമടഞ്ഞത്. ഇന്ത്യൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു സൂപ്പർ പോരാട്ടം രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ശ്രീനാഥ് ചന്ദ്രൻ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഒരു സൂപ്പർ പോരാട്ടം നടക്കാനിരിക്കുന്നു. അതിന്റെ ആവേശം ഇപ്പോൾ തന്നെ പ്രകടമാണോ? അനുജ, ഏതായാലും ഇപ്പോൾ സ്റ്റേഡിയത്തിന് പുറത്തെ കാഴ്ചകളിലേക്കാണ് ഞാൻ ആദ്യം തന്നെ കൊണ്ടുപോകുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിന് പുറത്ത് ഈ മറൈൻ ഡ്രൈവിൽ ആകെ ആരാധകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. മുംബൈയുടെയും ബംഗളൂരുവിൻ്റെയും ആരാധകരെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് പലപ്പോഴും മുംബൈയുടെ ആരാധകരാണ് ഏറ്റവും അധികം ഉണ്ടാവുക. എതിർ ടീമിൻ്റെ ആരാധകർ വളരെ കുറവ് മാത്രമാണ് സാധാരണ കാണാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ നിരവധി ബംഗളൂരു ഫാൻസ്
भाई आरसीबी जीतेगा, लेकिन रोहित शर्मा मारेगा और आरसीबी जीतेगा। रोहित शर्मा मारेगा, आरसीबी जीतेगा, बुमराह विकेट लेगा, हार्दिक पांड्या 0 पे आउट होगा और 1 ओवर में 36 रन लेगा। हार्दिक पांड्या हारेगा चलेगा, रोहित शर्मा 100, आरसीबी जीतना चाहिए। हम यहाँ पे ഏതായാലും വലിയ ആവേശത്തിലാണ് ഇരു ടീമുകളുടെ ആരാധകരെ വലിയ തോതിൽ കാണാം. മുംബൈയും RCBയെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ഇതുവരെയുള്ള പെർഫോമൻസ് അവർക്ക് വലിയ പ്രതീക്ഷകളൊന്നും നൽകുന്നില്ല. പക്ഷേ മുംബൈക്ക് അവസാന മത്സരത്തിൽ ജയിച്ചതോടുകൂടി തന്നെ വിജയ വഴിയിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവർക്ക് പ്രധാനമാണ്. RCBയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഞ്ചാബിനെതിരെ മാത്രമുള്ള ഏകജയമാണ്. കഴിഞ്ഞ മത്സരങ്ങൾ തുടർച്ചയായി അവർ തോൽക്കുന്നു. അവർക്കും വിജയ വഴിയിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. വിരാട് കോഹ്ലിയിൽ ബാറ്റിംഗ് ഏറ്റവും അധികം അദ്ദേഹത്തിന് മുകളിൽ സമ്മർദ്ദം വരുന്നു. അദ്ദേഹമാണ് ടീമിൽ ഭൂരിഭാഗം റൺസും ഈ ഘട്ടത്തിൽ നേടിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ബാറ്റർമാർ മാക്സ്വെൽ അടക്കമുള്ള ആളുകൾ ഫോമിലേക്ക് ഉയരേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മുംബൈയിൽ നമുക്കറിയാം ലോകകപ്പിൽ മത്സരത്തിനിടെ അഫ്ഗാനിസ്ഥാനെതിരെ ഒരു ഐതിഹാസികമായ ഇന്നിംഗ്സ് മാക്സ്വെൽ കാഴ്ചവെച്ച ഒരു മൈതാനമാണ് വാങ്കഡെ. അതുകൊണ്ട് വാങ്കഡയിൽ വീണ്ടും ഒരിക്കൽ കൂടി മാക്സ്വെൽ എത്തുമ്പോൾ അത്തരത്തിലൊരു വെടിക്കെട്ട് ബാറ്റിംഗ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോക ക്രിക്കറ്റിലെ ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രധാനപ്പെട്ട വലിയ താരങ്ങൾ ഒരുമിച്ച് ഈ വേദിയിലേക്ക് എത്തുന്നു. ഇന്നത്തെ മത്സരത്തിന് വിരാട് കോഹ്ലിയുണ്ട്, മാക്സ്വെല്ലുണ്ട്, രോഹിത് ഉണ്ട്, ഹാർദിക് പാണ്ഡ്യയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ തന്നെ ഒരുമിച്ച് കാണാൻ കൂടിയുള്ള അവസരമാണ് ആരാധകർക്ക് ഇന്നത്തെ ഈ സൂപ്പർ പോരാട്ടത്തിൽ. അനുജ, IPL നിന്ന് നടക്കാനിരിക്കുന്ന സൂപ്പർ പോരാട്ടമാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. മുംബൈ ഇന്ത്യൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു സൂപ്പർ പോരാട്ടമാണ് രാത്രി 7:30 നടക്കാനിരിക്കുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിന് പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം നൽകിയത്. പാനൂർ സ്ഫോടനത്തിൽ കേരളീയ സമൂഹത്തെ പരിഹസിക്കുന്ന നിലപാടാണ് CPIM-നുള്ളതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. DYFI CPIM-ന്റെ ബോംബ് നിർമ്മാണ ഫാക്ടറിയാണോ എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കണം. കേസിൽ UAPA ചുമത്താത്തത് എന്തുകൊണ്ടാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. എന്നാൽ ആ ആശങ്കകളെ ഒന്നും ഒരു തരത്തിലും അഡ്രസ്സ് ചെയ്യാതെ കേരളീയ പൊതുസമൂഹത്തെ നോക്കി പരിഹസിക്കുന്ന സാഹചര്യമാണ് CPM നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. DYFI CPM-ന്റെ പോഷക സംഘടനയല്ല എന്ന് പറയുന്ന ശ്രീ MV ഗോവിന്ദൻ പറയേണ്ടത് പിന്നീട് DYFI CPM-ന്റെ ബോംബ് നിർമ്മാണ ഫാക്ടറി ആയിട്ടാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. കോഴിക്കോട് കക്കോടിയിൽ വൻ ലഹരിവേട്ട. LSD സ്റ്റാമ്പുകളും MDMA-യും പിടികൂടി. പോലൂർ സ്വദേശി ഇർഷാദ് പിടിയിലായി. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, വിശദാംശങ്ങൾ. അനുജ, ഇന്ന് രാവിലെയാണ് 17 ഗ്രാം MDMA-യുമായി ഇർഷാദ് എന്ന യുവാവ് പോലീസിന്റെ പിടിയിലാകുന്നത്. ഇയാളാണ് കക്കോടി പൂതങ്കര കേന്ദ്രീകരിച്ച് വീട്ടിൽ ലഹരി മരുന്ന് കച്ചവടം നടക്കുന്നു എന്ന വിവരം പോലീസിന് കൈമാറിയത്. തുടർന്ന് പോലീസ് ഇവിടേക്ക് എത്തുകയായിരുന്നു. ഒപ്പം കോഴിക്കോട് സിറ്റി ഡാൻസ് ഓഫ് വിഭാഗവും ഉണ്ടായിരുന്നു. ഇവർ ഈ വീട്ടിലെത്തിയപ്പോഴാണ് അഫ്നാസ് എന്ന യുവാവ് ഈ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. തുടർന്ന് ഈ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. ഇവിടെ നിന്നാണ് 110 ഗ്രാം MDMA-യും ഒപ്പം 65 LSD സ്റ്റാമ്പുകളും പോലീസ് പിടികൂടിയത്. അത് വലിയൊരു അളവാണ്. ഏതാണ്ട് 20 ലക്ഷത്തിനടുത്ത് രൂപ വില വരുന്ന മയക്കുമരുന്നുകളാണ് ഇവിടെ നിന്ന് പിടികൂടിയത്. ഏതായാലും ഈ ഓടി രക്ഷപ്പെട്ട അഫ്നാസ് എന്ന യുവാവിന് കൂടി വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി നടത്തുന്നുണ്ട്. അനുജ, കോഴിക്കോട് കക്കോടിയിലാണ് വൻ ലഹരിവേട്ട. അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കഴിഞ്ഞ ദിവസമാണ് ഫിനാൻസ് പ്രതിനിധിയോട് ഹാജരാകണമെന്ന ആവശ്യം ED ഉന്നയിച്ചത്. അത് ഇന്ന് ഹാജരാകണമെന്നുള്ളതായിരുന്നു. പക്ഷേ അവർ ഹാജരായിട്ടില്ല എന്നുള്ള വിവരം അല്പസമയം മുൻപ് പുറത്തു വരുന്നു. ഇപ്പോൾ ശശിധരൻ കർത്തയ്ക്ക്, അതായത് MDയോട് തന്നെ നേരിട്ട് ഹാജരാകാൻ ED നിർദ്ദേശം നൽകുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകുമെന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്തയ്ക്ക് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നു. CMRL-ന്റെ MD കൂടിയാണ് ശശിധരൻ കർത്ത. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട EDയുടെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിൽ കേസെടുത്ത വിവരം 24 റിപ്പോർട്ട് ചെയ്തിരുന്നു, അത് ബ്രേക്ക് ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ അന്വേഷണം ആരംഭിച്ച് CMRL-ന് നോട്ടീസ് അയച്ചു എന്ന വിവരം പുറത്തു വന്നു. അത് ഫിനാൻസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കാണ് ഈ നോട്ടീസ് അയക്കുകയുണ്ടായത്. തൊട്ടു പിന്നാലെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം CMRL-ന്റെ MD ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രേഖകളുമായി തിങ്കളാഴ്ച ഹാജരാകാനാണ് ശശിധരൻ കർത്തയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ CMRL-ൽ നിന്നുള്ള വിവരങ്ങൾ, വിശദാംശങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ
തുടർന്ന് മറ്റുള്ളവരിലേക്ക് അന്വേഷണം നീളുകയുള്ളൂ എന്നും ഇപ്പോൾ ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കമുള്ളവർക്ക്, എക്സാലോജിക് അടക്കമുള്ളവർക്കുള്ള നോട്ടീസ് അതിന് പിന്നാലെ മാത്രമേ ഉണ്ടാകൂ. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇപ്പോൾ ഈ നോട്ടീസ് നൽകിയിട്ടുള്ളത് ശശിധരൻ കർത്തയ്ക്കാണ്, CMRLന്റെ MDക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണത്. മുഖ്യമന്ത്രിയുടെ മകളുമായി നേരിട്ട് ഇടപാടുകൾ നടത്തിയെന്ന് ആരോപണം ഉയർന്ന കമ്പനിയാണ് CMRL. അവരുടെ MDക്കാണ് ഇപ്പോൾ നോട്ടീസ് വന്നത്. തിങ്കളാഴ്ച രേഖകളുമായി ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഇതിനിപ്പോൾ ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നല്ലോ ഫിനാൻസ് പ്രതിനിധിയോട്. പക്ഷേ അവർ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. അപ്പോൾ അതിൽ എന്ത് തുടർ നടപടിയിലേക്ക് ED കടക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ശ്രീകാന്ത്? തിങ്കളാഴ്ച സ്വാഭാവികമായും ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൽ നിന്നുള്ള രേഖകൾ, മറ്റു കാര്യങ്ങൾ ആവശ്യപ്പെടും. ഈ ഫിനാൻസ് പ്രതിനിധികൾ അടക്കം അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും വൈകാതെ വീണ്ടും നോട്ടീസ് നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഹാജരായി അവരിൽ നിന്നും വിവരങ്ങൾ, വിശദാംശങ്ങൾ തേടുകയും ചെയ്യും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കീഴുദ്യോഗസ്ഥരോ മറ്റാരെയുമല്ല ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ED. CMRLന്റെ MD ശശിധരൻ കർത്ത ഹാജരാകണം എന്നുള്ളതാണ് നിലവിലിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത്. 1,72,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകളുമായുള്ള ഇടപാട് നടത്തി എന്നുള്ള ആക്ഷേപം ഉയർന്നതാണ് ഈ സംഭവം. അതിലാണ് ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് പോയത്. CMRL MD തിങ്കളാഴ്ച രേഖകളുമായി ഹാജരാകണം. കീഴ്ത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ വരുന്ന മുറയ്ക്ക് ED വീണ്ടും നോട്ടീസ് നൽകി വിളിപ്പിക്കും. ശ്രീകാന്ത്, ഇതിൽ ചില ചുരുക്കപ്പേരുകളൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയാം. അതിൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. മറ്റൊന്ന്, മാധ്യമപ്രവർത്തകർക്ക് പണം നൽകിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പുറത്തു വന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ആഴത്തിൽ ഇറങ്ങിച്ചെന്നൊരു സമഗ്ര പരിശോധനയിലേക്ക് ED ചെല്ലും എന്നും നമ്മൾ മനസ്സിലാക്കണമോ? സ്വാഭാവികമായ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതായത് ആദ്യഘട്ടത്തിൽ കേസെടുത്തു. രണ്ടാം ഘട്ടത്തിൽ ഇതിൽ ആരോപണ വിധേയമായ കമ്പനി CMRLന് അതിന്റെ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകി, ഫിനാൻസ് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകി. അടുത്ത ഘട്ടം എന്ന നിലയിൽ CMRLന്റെ MDക്ക് നോട്ടീസ് നൽകുന്നു ഹാജരാകുന്നതിന് വേണ്ടി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ ആളുകളിലേക്കെല്ലാം നോട്ടീസ് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് 12 പേരുടെ പട്ടിക തയ്യാറാക്കിയാണ് ഈ നോട്ടീസ് അയക്കാൻ, സമൻസ് അയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. വരും ദിവസങ്ങളിൽ എത്താം. ഇപ്പോൾ ശ്രീ മാത്യു കുഴൽനാടൻ ടെലിഫോണിലാണ്. ശ്രീ മാത്യു കുഴൽനാടൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്നത് ED ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളതാണ് ED പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ആഴത്തിലേക്ക് ED ഇറങ്ങിച്ചെല്ലുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇത് ഞാൻ EDയുടെ ഒരു സ്വാഭാവിക നടപടിയായിട്ട് ഞാൻ കാണുന്നു. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, EDയുടെ അന്വേഷണത്തിൽ ഞങ്ങളൊരു അമിതാവേശം കാണിക്കുന്നില്ല എന്ന്. കാരണം അൾട്ടിമേറ്റ്ലി ഇവര് എന്ത് ഫൈൻഡിങ് നടത്തുന്നു എന്നും ഏത് അറ്റം വരെ സിൻസിയറായി ഇത് ടേക്കപ്പ് ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ ഓണസ്റ്റ് ആയിട്ട് ഒപ്പീനിയൻ പറയാൻ കഴിയും. ഇതിപ്പോ ECIR രജിസ്റ്റർ ചെയ്ത നിലയ്ക്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ പ്രൊസീജിയർ. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട കമ്പനികളെ, കമ്പനി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാന്നുള്ളത്. അതിനപ്പുറത്തേക്ക് EDയുടെ ആത്മാർത്ഥത തെളിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ പുറത്തു കൊണ്ടുവരികയും അതിന്മേൽ ചാർജ് ചെയ്യുകയും ചെയ്യണം. സ്വാഭാവികമായിട്ടും വീണ വിജയന്റെ കമ്പനിയാണ് ഒരു വശത്ത് കർത്തയുടെ കമ്പനിയാണ്. രണ്ടുപേരും നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി ആധികാരികതയോടുകൂടി പറയേണ്ടവരവരാണ്. അപ്പോൾ CMന്റെ മകൾക്കും നോട്ടീസ് ഉണ്ടാവുകയും കാര്യങ്ങൾ ഡീറ്റെയിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ള സ്വാഭാവിക നടപടി ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവര് ഏത് നിലയ്ക്ക് ഇതിനെ ഫ്രെയിം ചെയ്യുന്നു അല്ലെങ്കിൽ ചാർജ് കൊണ്ടുവരുന്നു എന്നുള്ളത് ദാറ്റ് വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് കാത്തിരുന്ന് കണ്ടിട്ടേ ഒരു അഭിപ്രായം പറയാൻ കഴിയും. ഇതിപ്പോൾ മാത്യു കുഴൽനാടൻ, നമുക്കറിയാവുന്നതുപോലെ പലയിടത്തും ഇപ്പോൾ രാജ്യവ്യാപകമായി തന്നെ കേന്ദ്ര ഏജൻസികളെ വേട്ടയാടുന്നു, ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്നുള്ള ആരോപണം അത് പ്രതിപക്ഷത്തിന് പൊതുവേ ഉള്ളതാണ്. ആ തരത്തിലേക്ക് തന്നെയാണ് ഈ വിഷയത്തെയും കാണേണ്ടത്. പക്ഷേ ഇവിടെ വരുമ്പോൾ മാത്രം കോൺഗ്രസ് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസമൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തെ നിങ്ങൾ മറ്റൊരു വിഷയമായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ തരത്തിലേക്ക് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്ന തരത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇതിനെ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിന്റെ അമിതാവേശം ഇല്ല എന്ന് തന്നെ പറയാൻ കാരണം അതാണല്ലോ. അതല്ലെങ്കിൽ ഇത് ഓണസ്റ്റ് ആയിരുന്നെങ്കിൽ 2 വർഷം മുമ്പ് EDയുടെ മുമ്പിൽ വന്ന ഒരു കേസാണിത്. അതായത് ഇത് സംബന്ധിച്ച ആരോപണം, ഇത് സംബന്ധിച്ച ക്രമക്കേടും പ്രാഥമിക പരിശോധന നടത്തിയിട്ട്
ഒരു സ്റ്റെപ്പും ഇനീഷ്യേറ്റ് ചെയ്യാതെ ഇ ഡി ഇരുന്നത് എന്തുകൊണ്ടായിരിക്കും? സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടപെടലും മറ്റു കാര്യങ്ങളും പിന്നാമ്പുറ ശക്തികൾ അതിലിടപെട്ടുകൊണ്ടാണല്ലോ ഇവർ മുമ്പോട്ട് പോയത്. അപ്പൊ ആ ശക്തികൾ ഇപ്പോഴും ഇവർക്ക് വേണ്ടി ഉണ്ടാവും. പക്ഷേ ഇപ്പോ ഒരുപക്ഷെ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ജയിക്കണമെന്ന് BJPക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് ഗൺ പോയിന്റിൽ നിർത്താൻ പറ്റുന്ന ഒരു സ്ഥാനത്താണ് പിണറായി വിജയൻ ഉള്ളത് എന്നതൊരു സത്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബവും നടത്തിയിട്ടുള്ള വലിയ അഴിമതിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമ്മൾ ഇതിനോടകം പുറത്തു കൊണ്ടുവന്നതാണ്. അപ്പോ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഗൺ പോയിന്റിൽ നിർത്താൻ കഴിയും. അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ നെഗോസിയേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെ എന്തെങ്കിലും ഇവോൾവ് ചെയ്യുന്നോ, അങ്ങനെ എന്തെങ്കിലും സെറ്റിൽമെന്റ്സിലേക്ക് നീങ്ങുന്നുണ്ടോ, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതായത് ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് മുൻപായി ഉണ്ടാക്കുന്ന ഒരു കാട്ടിക്കൂട്ടൽ എന്ന തരത്തിലേക്കാണ് ഇതിനെ കാണേണ്ടത്. അതിനപ്പുറത്തേക്ക് ഇത് പോകില്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്നുകൂടി നിങ്ങൾ ആശങ്കപ്പെടുന്നു? അല്ല, ഇതിന്റെ അകത്ത് അതേ മതി ED അന്വേഷണം സത്യസന്ധമാണ് എന്ന്, അല്ലെങ്കിൽ ഞങ്ങളത് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആത്മാർത്ഥം ഞങ്ങൾക്ക് ബോധ്യപ്പെടണം. ഇതുവരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട, പിണറായിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ ഒന്നിലും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ അവർക്കെതിരെ നടന്നിട്ടുള്ള അന്വേഷണങ്ങളെ കേന്ദ്ര സർക്കാർ തന്നെ മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ ഡൈലൂട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നാടിന്റെ അനുഭവം. അതുകൊണ്ട് തന്നെ ഇപ്പൊ പെട്ടെന്നുണ്ടായ വന്ന ED അന്വേഷണത്തെ വലിയ പ്രതീക്ഷയോടെ കാണാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇഫ് ദേ ആർ സിൻസിയർ, ഓണസ്റ്റ്, വി വിൽ അപ്രീഷിയേറ്റ്. അതർവൈസ് വി വിൽ ബി കെയർഫുൾ ഇൻ അവർ കമന്റ്സ്. താങ്ക് യു ശ്രീ മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചതിന്. CMRL MD ശശിധരൻ കർത്തയ്ക്കാണ് ED നോട്ടീസ് നൽകിയത്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളതാണ് നിർദ്ദേശം. ഇപ്പോൾ കിട്ടിയത് അവസാനിക്കുന്നു.